യോഗം ഇന്ന് ചേരുമ്പോൾ ഇ പി ജയരാജൻ അത് വളരെ നിർണായകമാണ് എന്നുള്ളതാണ്. അദ്ദേഹം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് എത്തും. സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനായി അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഇതുവരെ പറഞ്ഞതിൽ നിന്ന് കൂടുതൽ എന്താണ് ഇ പിക്ക് പറയാനുള്ളത് എന്നതുകൂടി നമ്മൾ ഉറ്റുനോക്കുകയാണ്. അതടക്കമുള്ള നിരവധി വാർത്തകളുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം ആ വാർത്തയിലേക്ക് തന്നെ പോകാം എന്നെനിക്ക് തോന്നുന്നു. ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ഇ പി ജയരാജന്റെ വിവാദ വെളിപ്പെടുത്തലിന് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുമ്പോൾ എന്താകും അവിടെ നടക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വോട്ടെടുപ്പ് ദിനത്തിൽ തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞ് ജയരാജനെതിരെ CPM-ൽ വലിയ പ്രതിഷേധം ഇപ്പോൾ ശക്തമാണ്. ഇപിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവും CPM-ൽ ഉണ്ട്. തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യാൻ ആണ് ഇപ്പോൾ യോഗം ചേരുന്നതെങ്കിലും പ്രധാന ചർച്ചാ വിഷയമായി ഇത് മാറിയേക്കുമെന്നുള്ളതാണ്. ജയരാജനും പങ്കെടുക്കും എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ അല്പസമയത്തിനകം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും. മുന്നണി കൺവീനർ ബി.ജെ.പി. നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് വലിയ അതൃപ്തിയുമുണ്ട്. VV അരുൺ ചേരുകയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇ.പിയുമായി ബന്ധപ്പെട്ട ഈ വിവാദം അത് തന്നെയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരാനിരിക്കെ ഇ.പി വരുന്നു തിരുവനന്തപുരത്തേക്ക്. എപ്പോഴാകും അദ്ദേഹം എത്തുക? ഇതുവരെ നമ്മളോടക്കം പറഞ്ഞതിന് അപ്പുറത്തേക്ക് ഇ.പിക്ക് എന്തെങ്കിലും പറയാനുണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അശ്വതി, അല്പസമയത്തിനകം ഇ പി ജയരാജൻ കണ്ണൂരിൽ നിന്നുള്ള വിമാനത്തിൽ ഇവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. അല്പസമയത്തിന് അദ്ദേഹം വിമാനത്താവളത്തിൽ തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിന് പുറത്തേക്ക് വരും. വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് ചേരുന്നത്. സാധാരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ പ്രാഥമിക അവലോകനത്തിനായി CPM-ന്റെ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ ചേരാറുണ്ട്. പക്ഷേ ഇന്ന് അതിനപ്പുറത്തേക്കുള്ള അജണ്ടയായി വരാൻ പോകുന്നത് ഇ പി ജയരാജന്റെ വിവാദ വെളിപ്പെടുത്തൽ തന്നെയാകും. അദ്ദേഹം എന്ത് നിലപാട് പാർട്ടി അറിയിക്കും? കാരണം ഇ പി ജയരാജൻ BJP-യിലേക്ക് പോകാനുള്ള ചർച്ച നടത്തിയെന്ന ആ വിവാദ വെളിപ്പെടുത്തലോട് CPM വിശ്വസിക്കുന്നില്ല. കാരണം ഇ പി ജയൻ അത്രയധികം സീനിയോറിറ്റി നേതാവാണ്. അത്രയധികം പ്രതിബന്ധങ്ങൾ തരണം ചെയ്ത് കണ്ണൂരിൽ നിന്ന് വന്ന നേതാവാണ്. അദ്ദേഹം BJP-യിലേക്ക് പോകുമെന്ന് അദ്ദേഹത്തിന്റെ കടുത്ത ശത്രുക്കൾ പോലും ആ രീതിയിൽ കാണുന്നില്ല. പക്ഷേ ഇ പി ജയരാജനെ ഇത്തരത്തിൽ പ്രകാശ് ജാവദേക്കർ എന്ന BJP നേതാവ് വന്നു കണ്ടിട്ടും എന്തുകൊണ്ട് അദ്ദേഹം അത് പാർട്ടി അറിയിച്ചില്ല എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത്. അതിലാണ് CPM നേതൃത്വത്തിന് അതിർത്തിയുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യയുടെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ ഈ വിഷയം സ്വാഭാവിക ചർച്ചയ്ക്ക് വരും. ചർച്ചയ്ക്ക് വരുമ്പോൾ ഇ പി തന്റെ നിലപാട് അറിയിക്കുകയും ചെയ്യും. ഇ പി ജയരാജൻ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന തരത്തിൽ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തള്ളിക്കൊണ്ട് അദ്ദേഹം സെക്രട്ടറി യോഗത്തിൽ പങ്കെടുക്കാനായി എത്തുകയാണ്. അദ്ദേഹം ഇന്ന് യോഗത്തിൽ പങ്കെടുക്കാതിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി വലിയ വിമർശനങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റു ചില വ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകുമായിരുന്നു. പക്ഷേ അത് ഉണ്ടാകാതെ അദ്ദേഹം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കും. അല്പസമയത്തിനകം അദ്ദേഹം വിമാനത്താവളത്തിന് പുറത്തേക്ക് വരും. നമുക്കറിയാം CPM-നെ വലിയ പ്രതിരോധത്തിലാക്കിയ ഒരു വിഷയമാണ് ഇ പി ജയരാജനെതിരെയുള്ള ദല്ലാ നന്ദകുമാറിന്റെയും അതുപോലെ ശോഭാ സുരേന്ദ്രൻ. പിന്നെ അത് ഏറ്റുപിടിച്ച് ഇ പി ജയരാജനാണ് BJP-യുമായി ചർച്ച നടത്തിയ CPM നേതാവെന്ന കെ സുധാകരന്റെ വെളിപ്പെടുത്തൽ. അത് വലിയ ചലനങ്ങളാണ് CPM രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. മാത്രവുമല്ല അത് വോട്ടെടുപ്പ് ദിവസം ഇ പി ജയരാജൻ തന്നെ പ്രകാശ് ജാവദേക്കർ വന്ന് കണ്ടിരുന്നു എന്ന വെളിപ്പെടുത്തൽ കൂടി നടത്തിയോടുകൂടി കാര്യങ്ങൾ CPM-ന് വലിയ തിരിച്ചടിയായി മാറിയിരുന്നു. ആ വിഷയത്തിൽ തെരഞ്ഞെടുപ്പിനെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന വിഷയമായത് മാറുമോ എന്ന ആശങ്ക CPM നേതൃത്വത്തിനുണ്ട്. അത് തിരിച്ചറിഞ്ഞാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ തന്നെ ഇ പി ജയരാജനെ തള്ളിപ്പറഞ്ഞുകൊണ്ടൊരു നിലപാട് സ്വീകരിച്ചത്. ഇ പിയുടെ കൂട്ടുകെട്ടുകൾ നേരത്തെയും ഇത്തരത്തിൽ ജാഗ്രത കുറവുണ്ടായി എന്ന ഒരു വിമർശനം നടത്തിയത്. അതും CPM-ന്റെ സംഘടനാ രീതിയിൽ തികച്ചും അസാധാരണമായിരുന്നു. കാരണം അത്തരത്തിൽ പിണറായി വിജയൻ എന്ന നേതാവ് ഒരിക്കലും ഇത്തരം സംഘടനാ വിഷയങ്ങളിൽ സംഘടന ചർച്ച ചെയ്യും മുമ്പേ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അത്തരത്തിലൊരു പരാമർശം നടത്തുക പതിവല്ല. പക്ഷേ ഇവിടെ അതിന്റെ ഒരു പ്രാധാന്യം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ്, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് ദിവസം അത്തരമൊരു വാർത്ത പുറത്തു വന്നാൽ അതിന് ഇ പി ജയരാജൻ സ്ഥിരീകരണം നൽകിയാൽ ഉണ്ടായേക്കാവുന്ന രാഷ്ട്രീയ തിരിച്ചടി കൂടി മനസ്സിലാക്കിയാണ് പിണറായി വിജയൻ അത്തരമൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്യും. അവിടെ ഇ പി ജയരാജൻ തന്റെ നിലപാട് അറിയിക്കുകയും ചെയ്യും. നേരത്തെ ഇ പി ജയരാജൻ വിഷയത്തിൽ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം ഗൂഢാലോചന നടന്നിരുന്നു. വലിയൊരു ഗൂഢാലോചന നടന്നു. പല വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ അന്ന് പൊട്ടിക്കാനായി പ്രതിപക്ഷം UDF ആയുധമായി വച്ചിരുന്നു. അതിലൊന്ന് സ്വപ്ന സുരേഷിനെ കൊണ്ട് ഈ തോമസ് ഐസക്കിനെതിരെ ഒരു പരാമർശം നടത്താൻ ശ്രമമായിരുന്നു. പക്ഷേ അത് സ്വപ്ന തിരുവനന്തപുരത്ത് വന്നെങ്കിലും ആ നീക്കം പിന്നീട് ഉപേക്ഷിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്യുമെന്ന പ്രതീതി ഉണ്ടായിരുന്നു. അതും നടക്കില്ലെന്ന് ഉറപ്പായതോടുകൂടിയാണ് കരുവന്നൂർ കേസിൽ CPM-ന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി അറസ്റ്റ് ചെയ്യാൻ നീക്കം നടന്നു. അവിടെയും അത് പാളിപ്പോയി. അതിനൊടുവിലാണ് തനിക്കെതിരെ ഇത്തരം ഒരു ഗൂഢാലോചന നടന്നതെന്ന വാദമാണ്
ആരോപണമാണ് ഇ.പി. ജയരാജൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ മാധ്യമങ്ങൾക്ക് പങ്കുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഏതായാലും അത്തരം വാദമുഖങ്ങൾ തന്നെയാകും ഒരുപക്ഷെ ഇ.പി. ജയരാജൻ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഉന്നയിക്കുക. അതെങ്ങനെ നേതൃത്വം കാണും? കാരണം തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ ഇ.പി. ജയരാജനെതിരെ നേരത്തെ പരോക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് കൂടി വിമർശന രൂപത്തിലായതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു നിലപാടിലേക്ക് തോമസ് ഐസക് ഉൾപ്പെടെ നേതാക്കൾ പോയത്. ഏതായാലും ഇ.പി. ജയരാജൻ കൂടി പങ്കെടുക്കുന്ന സെക്രട്ടറി യോഗത്തിൽ ഏതെല്ലാം നേതാക്കൾ അത്തരമൊരു കടുത്ത നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുമെന്ന് അറിയണം. ഏതായാലും ഇ.പി. ജയരാജന്റെ ഭാഗത്ത് ജാഗ്രത കുറവുണ്ടായി എന്ന വിലയിരുത്തൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് നടത്തിയത്. അതാണ് അതിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നത്. അതേ നിലപാട് മുഖ്യമന്ത്രി ഇന്നത്തെ യോഗത്തിലും സ്വീകരിച്ചാൽ ഒരുപക്ഷെ ജയരാജനെതിരെ എന്തെങ്കിലും രൂപത്തിലുള്ള നടപടി ഉണ്ടായേക്കാം. അതിലേറ്റവും പ്രധാനം CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്കും ഈ വിഷയത്തിൽ മുന്നണി കൺവീനർ BJPയുടെ പ്രഭാരിയുമായി കൂടിക്കാഴ്ച നടത്തുകയും പിന്നീട് ആരോപണമായി വരുമ്പോൾ അത് പുറത്തേക്ക് വന്നതിനും അദ്ദേഹം അത് അഡ്മിറ്റ് ചെയ്തതിനും വലിയ അതൃപ്തി CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്കുമുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാകും ഒരുപക്ഷെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുക. ഇപ്പോൾ ഇ.പി. ജയരാജൻ അല്പസമയത്തിനകം ഈ ഡൊമസ്റ്റിക് വിമാനത്താവളത്തിന്റെ പുറത്തേക്ക് വരും. യാത്രക്കാർ അവിടെ നിന്ന് വന്നു തുടങ്ങി. ഏറ്റവും പ്രധാനം ഇ.പി. ജയരാജൻ വരികയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സെക്രട്ടറി യോഗത്തിൽ പങ്കെടുക്കാൻ ഇടതുമുന്നണി കൺവീനർ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ പുറത്തേക്ക് വരികയാണ്. അദ്ദേഹം പങ്കെടുക്കില്ലാത്ത തരത്തിലുള്ള സൂചനകളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇ.പി. പുറത്തേക്കുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. സെക്രട്ടറി യോഗത്തിൽ പങ്കെടുക്കില്ല എന്നായിരുന്നു വാർത്തയൊക്കെ വന്നുകൊണ്ടിരുന്നത്. പങ്കെടുക്കില്ല എന്ന വാർത്തയാണ് വന്നുകൊണ്ടിരുന്നത്. പങ്കെടുത്തില്ലേ? അതെ, പങ്കെടുക്കാൻ വരില്ലേ? അപ്പൊ വാർത്തയൊക്കെ തെറ്റാണ്. ആ വാർത്തക്ക് അധികം ആയുസില്ല എന്ന് മനസ്സിലായില്ലേ? ഇതില് കൺവീനർ സ്ഥാനത്ത് മാറ്റും, രാജിവെക്കും എന്നൊക്കെയാണ് ഇപ്പം പറയുന്നത്. കുറച്ചുകൂടി കാത്തിരിക്കും. അങ്ങനെ ഇ.പി. ജയരാജൻ രാജിവെച്ച് പോകാൻ പറ്റില്ല. കുറച്ച് കാത്തിരിക്ക്. ഇതിലെ CPI പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണല്ലോ. CPM ഇക്കാര്യത്തിൽ തിരുത്തും, ഇ.പിക്ക് ഒരു ജാഗ്രത വേണ്ടിയിരുന്നു എന്ന് പറയുന്നത് ബിനോയ് വിശ്വം. ഏത് പ്രശ്നത്തെക്കുറിച്ചും ആർക്കും സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള അധികാരവും അവകാശമുണ്ട്. അഭിപ്രായം പറഞ്ഞോട്ടെ, അതിനെന്താ? ഈ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ടോ? ഇതെല്ലാം വളരെ നിസ്സാരമായി കാണുന്നതാണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതിന്റെ അകത്ത് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് 3 തവണ കൂടിക്കാഴ്ച നടത്തി. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് 3 തവണ. ആദ്യ തവണ BJPയിലേക്ക് പോകാതിരുന്നതിന്റെ തലേ ദിവസമാണ് ഞാൻ ആ സ്ത്രീയെ നേരിട്ട് കണ്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. 1. 2, ഞാൻ ആകെ ആ സ്ത്രീയെ ഒരു 5 മീറ്ററോ അടുത്ത് കണ്ടത് ഉമ്മൻചാണ്ടി മരിച്ചപ്പോ ആ സ്റ്റേജിലാണ്. ഞാൻ ആ സ്ത്രീയെ കാണുകയോ സംസാരിക്കുകയോ ഒരു സ്ഥലത്ത് എന്ത് കാര്യത്തിനും ഞാൻ പോയിട്ട് എന്നെ പോലെ ഒരാൾ പോയിട്ട് ആ സ്ത്രീയോട് സംസാരിക്കേണ്ടത്? നിങ്ങൾ ആലോചിച്ച് എന്ത് കാര്യത്തിന്? ശോഭാ സുരേന്ദ്രൻ പറയുന്നത് എന്താ പറയുക, അവിടെ അവസാന ഘട്ടം പിറ്റേന്ന് BJPയിൽ ചേരുമെന്ന സ്ഥിതി വന്നു. ഞാൻ BJP ചേരാൻ കോള് വന്നപ്പോ മാറി. അല്ല, ഞാൻ BJP ചേരാൻ ഈ കേരളത്തിൽ എന്റെ പൊസിഷൻ നോക്ക്. ആരെങ്കിലും പോയിട്ട് ആ BJP ചെയ്തു? ഒരല്പം ബുദ്ധിയുള്ള ആളുകൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുമോ? ഇവരെ പോലെ അല്പബുദ്ധികൾ ചിന്തിക്കാന്നല്ലാതെ. ഈ ശോഭാ സുരേന്ദ്രൻ ഞാൻ ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകരല്ലേ. ഞാൻ പോയിട്ട് BJP ചേരുവോ കേരളത്തിൽ? അയ്യയ്യ, വൃത്തികെട്ട ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞുകൂടെ? ഞാൻ പറയാൻ നിൽക്കണോ? ഈ ശോഭാ സുരേന്ദ്രൻ BJP വിട്ട് CPMലേക്ക് വരുമെന്നിടയ്ക്ക് വാർത്തകളുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ആ നീക്കത്തിന്? പക്ഷെ ഞാൻ ആ സ്ത്രീയെ എനിക്ക് ആ സ്ത്രീയെ ഇഷ്ടമല്ല. ഇത് പണ്ടേ തന്നെ അവരുടെ പ്രസംഗമൊക്കെ വളരെ ഓക്കൂടാണെന്നുള്ളത്. ഞാൻ അവരുമായി കാണുകയോ സംസാരിക്കുകയോ എവിടെയെങ്കിലും വെച്ച് പരോക്ഷമായി ഒരു സ്ഥലത്ത് വെച്ച് ഫോണിൽ പോലും ഞാൻ ആ സ്ത്രീയോട് ഇന്നുവരെ സംസാരിച്ചിട്ടില്ല. പിന്നെന്തിനാണ് ഇ.പി.യെ തന്നെ അവരിങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു അതിന്റെ എന്തോ ഒരു ആസൂത്രിതമായിട്ടുള്ളൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാം, നിങ്ങൾ മാധ്യമപ്രവർത്തകരില്ലേ, നിങ്ങൾ ആ സ്ത്രീ പറയുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും നിഷ്പക്ഷമായി പോയി അന്വേഷിച്ചിട്ട് വരും. ഈ 1 വർഷം മുമ്പ് നടന്ന കൂടിക്കാഴ്ചയാണ് ജാവദേക്കറുമായിട്ടുള്ളത്. പക്ഷെ അന്നത് പാർട്ടി അറിയിച്ചെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവും. എന്നെ വന്ന് കാണുന്ന ആളുകൾ മുഴുവൻ ഒരാളെ എന്നെ വന്ന് കാണുന്നത് പാർട്ടി റിപ്പോർട്ട് ചെയ്യേണ്ട പ്രശ്നം എന്താണ്? വല്ല രാഷ്ട്രീയ ഡിസ്കഷനോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടോ? ഒരാൾ എന്നെ വന്ന് കാണുന്നു. ഞാനിപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് എന്നെ കണ്ടു, ഞാൻ പോയി പാർട്ടിയോട് പറയണം. ആരെല്ലാം നമ്മുടെ പാർട്ടി നേതാക്കന്മാര് ഞങ്ങളെ പലരും വരും, കാണും. അങ്ങനെ കണ്ട് പരിചയപ്പെടുന്നതൊക്കെ പോയി പാർട്ടി റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ? അത് പാർട്ടിയെക്കുറിച്ചോ ഈ പൊതുകാര്യത്തെക്കുറിച്ചോ അറിയാത്ത ചിലരുടെ പ്രതികരണങ്ങൾ മാത്രമാണത്. ഈ ഘടകകക്ഷികളുടെ അതൃപ്തി എങ്ങനെയാണ് കാണുന്ന കൺവീനർ? ഞാൻ എന്റെ മൂലം ഇതുവരെ അങ്ങനെ ഒരു അതൃപ്തിയും ആരും ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. പിന്നെ എന്താണെന്ന് അറിഞ്ഞുകൂടാ. സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്താൽ നിലപാട് പറയല്ലോ സ്വാഭാവികം. അല്ലത് ഞങ്ങൾ ഈ രാജ്യത്തിലെ എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന പാർട്ടിയാണ്. ഞങ്ങൾ ചർച്ച ചെയ്യൂ, നിലപാട് സ്വീകരിക്കൂ. ഇത് എനിക്ക് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ നടപടി ചർച്ച എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എന്നെ കാണാൻ
മുൻ മന്ത്രിയായിട്ടുള്ള ഒരാൾ വരുന്നു, കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്, പരിചയപ്പെടാനാണെന്ന് പറയുന്നു, പരിചയപ്പെടുന്നു, പിരിയുന്നു. പിന്നെ ഞാനെന്ത് പറയാനാ? അതിനെന്താ നിങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുകമുറയല്ലേ? അല്ല, അസാധാരണമായി മുഖ്യമന്ത്രി തന്നെ ഒരു പരസ്യ ശാസനയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? അതിനെ സംബന്ധിച്ചിട്ടല്ല. അതിൽ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്, നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഈ ദല്ലാൾ എന്തിനാണ് ഇദ്ദേഹത്തെയും കൂട്ടി എന്റെ അടുത്ത് വന്നത്? ദല്ലാളും അദ്ദേഹവും കേന്ദ്രമന്ത്രിയായിട്ടുള്ള BJP നേതാവുമായിട്ടുള്ള ബന്ധമല്ലേ അന്വേഷിക്കേണ്ടത്? ഒരേ കാറിലാണ് ഒരേ കാറിൽ വന്നു എന്നൊക്കെ പറയുന്നത് അതെനിക്ക് ഞാൻ കണ്ടിട്ടുള്ളതല്ല. ഇവിടെ നിന്ന് എയർപോർട്ടിൽ പോകുന്ന വിഷയം അല്ല, എനിക്കതറിയില്ല. ഈ ദല്ലാളുമായി ഒരു അമിത സൗഹൃദം വന്നത് ഇപ്പോൾ ഖേദിക്കുന്നുണ്ടായത്. എനിക്ക് അങ്ങനെ ഒരു അമിത ബന്ധങ്ങളേ ഇല്ല. ഞാനിങ്ങനെ പലരും ഈ ട്രെയിനിൽ കാണും, പോകും, ബന്ധപ്പെടും, പറയും, സംസാരിക്കുന്നതൊക്കെ കവിഞ്ഞ് വേറെ ഒരു അമിത ബന്ധങ്ങളോ അത്തരത്തിലുള്ള യാതൊരു, കാരണം ഞാൻ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും കുറച്ചുകൂടി ശ്രദ്ധിക്കുന്ന ഒരാളാണ്. കാരണം പലരുടെയും സൗഹൃദമുള്ള ഒരാളാണ്. അതുകൊണ്ട് ആരെങ്കിലും ദുരുപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ജാഗ്രതയോടുകൂടി കാണും. BJP വലയമായിട്ട് എല്ലാ നേതാക്കളുടെ പിന്നിൽ ഉണ്ടെന്ന് നേരത്തെ തന്നെ വാർത്തയുണ്ട്. ആ വലയമായിട്ട് EP ജയരാജൻ മുന്നിൽ എങ്ങനെ ധൈര്യം ഉണ്ടായവർക്ക്? അതാണ് ഞാൻ സംശയിക്കുന്നത്. എങ്ങനെ ഉണ്ടായി? ഈ കേരളത്തിൽ ഈ BJP ദുർബലപ്പെടുകയാണ്. ദേശീയ അടിസ്ഥാനത്തിൽ BJP ദുർബലപ്പെടുകയാണ്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇത് വ്യക്തമാകും. വടക്കേന്ത്യ സംസ്ഥാനങ്ങളിലൊന്നും അവർക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. TG നന്ദകുമാർ ഫ്രോഡാണെന്ന് അങ്ങ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് അഭിമുഖം കൊടുത്തിരുന്നല്ലോ. അത് തിരിച്ചറിയാൻ വൈകിപ്പോയിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, പലരുമായിട്ടും എനിക്ക് ബന്ധവും പരിചയമുണ്ട്. നല്ലവരായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചിലരുമായിട്ടും അവർ വന്ന് പരിചയപ്പെടും. ഞാൻ പിന്നെ അവരെ നിങ്ങൾ ഫ്രോഡാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടാറില്ല ഒരാളെയും. ഓരോരുത്തർ വരുമ്പോഴും അവരുടെ കാര്യം അവരുടെ സംസാരത്തിൽ അപ്പോൾ എനിക്ക് മനസ്സിലാവും. ഞാൻ അതിനനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകും. ആവർത്തിച്ച് താങ്കൾ പേര് തന്നെ പറയുകയാണ്. പല സ്ഥലത്തും ഞാൻ പറഞ്ഞ അവർക്ക് എന്തോ ഒരു അസൗകര്യമുണ്ട്, എന്തോ ഒരു. അല്ല, ഞാൻ ഇന്ന് വരെ ആ ഹോട്ടലിൽ പോയിട്ടില്ല. ഞാൻ അതാ പറയുന്നത്, ഞാൻ ഇന്ന് വരെ ആ ഹോട്ടലിൽ പോയിട്ടില്ല. ഞാൻ 2 കൊല്ലമായി ഡൽഹി പോയിട്ട് ആ ഒരു പ്രാവശ്യമാണ് പോയത്. അത് ഞാൻ നേരത്തെ നിങ്ങളുടെ പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുക, നിങ്ങൾ പത്രക്കാരെ, അത് രണ്ടാമത്തത്, നിങ്ങൾ പത്രക്കാരെ ആ സ്ത്രീ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് നിങ്ങൾ പോയി അന്വേഷിച്ചിട്ട് പറയും. ഇല്ലെങ്കിൽ പരസ്യമായ ആ സ്ത്രീയെ ശാസിക്കൂ. അതിന് നിങ്ങൾ തന്റെ അടുത്ത് കാണിക്കുക. നിങ്ങളിങ്ങനെ ഒരാളെ വന്ന് ഇങ്ങനെ വിളിച്ച് വായിക്ക് തോന്നി വിളിച്ചു പറയുമ്പോൾ നിങ്ങളെപ്പോലുള്ള പത്രങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് ഇവർക്ക്, ഈ ചാനലിലൊക്കെ വരുന്നതുകൊണ്ടാണ് അവർക്കൊക്കെ ഇങ്ങനെ എന്തും പറയാനുള്ള ഒരു അവസ്ഥ വരുന്നത്. അത് ഞാൻ നിയമപരമായിട്ട് ആലോചിക്കും, തീർച്ചയായും. ഇതിപ്പോ അവസാനമായി ഇന്ന് ഒരുപാട് മാസത്തിന് ശേഷം ഫ്ലൈറ്റിൽ കയറുകയാണല്ലോ. അല്ല, ഞാൻ പിന്നെ ഫ്ലൈറ്റിൽ കയറലുണ്ട്. ഇത് എയർ ഇന്ത്യയാണ്. ഞാൻ ഇൻഡിഗോയിൽ കയറാറില്ല. പിന്നെ ഞാൻ കയറിയിട്ടുമില്ല. ഇനി കയറിയില്ല. അവരുടെ തെറ്റ് തിരുത്തി അവർക്ക് പറ്റിയ പെശക അവർ അഡ്മിറ്റ് ചെയ്തൊക്കെ വരും. അശ്വതി, EP ജയരാജനാണ് നിലപാട് പറഞ്ഞത്. ശോഭാ സുരേന്ദ്രൻ എല്ലാ ആരോപണങ്ങളെയും അദ്ദേഹം തള്ളിക്കളയുകയാണ്. ഇത്തരത്തിൽ തള്ളിക്കളയില്ല, അങ്ങനെ പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതൊരു സ്ത്രീ ഞാനിപ്പോ യഥാർത്ഥത്തിൽ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബദ്ധമായി പോവില്ലേ? എന്തും പറയല്ലേ? ഇങ്ങനെയുണ്ട്. ഇതാണോ BJPയുടെ രാഷ്ട്രീയ നേതൃത്വം? അവര് പറയട്ടെ. ഇനി ഇതാണോ അവരുടെ നിലപാട്? അവരെ പരിശോധിച്ച് പറയട്ടെ. അതാണ് VV അരുണാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുൺ, എല്ലാ ചോദ്യങ്ങൾക്കും EP മറുപടിയുണ്ട്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിനായി EP ജയരാജൻ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. ബുദ്ധിയുള്ളവർ BJPയിൽ ചേരുമോ എന്ന ചോദ്യമാണ് EP ജയരാജൻ ഉയർത്തിയിരിക്കുന്നത്. കൂടുതൽ പ്രതികരണം നമുക്ക് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ദല്ലാളുമായി അമിത സൗഹൃദം ഉണ്ടായിരുന്നു എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ദല്ലാളുമായി അമിത സൗഹൃദം ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. പലരും തന്നെ കാണാൻ വന്നിട്ടുണ്ട്. അത്തരത്തിലൊരാൾ എന്ന രീതിയിൽ മാത്രമാണ് പ്രതികരിച്ചത് EP. വിവാദ കൂടിക്കാഴ്ചയിൽ പ്രതികരിക്കുകയായിരുന്നു EP ജയരാജൻ. ശോഭയെ കണ്ടിട്ടില്ല, അവരെ തനിക്ക് ഇഷ്ടമല്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് EP ജയരാജൻ. അത്തരത്തിലുള്ള അവരുടെ പ്രസ്താവനകൾ തനിക്ക് പണ്ടേ ഇഷ്ടമല്ല. 5 മീറ്റർ അകലെ നിന്ന് മാത്രമാണ് അവരെ